ഞാനിന്നിവിടെ ഒരു പുളിന്തണ്ണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ തേങ്ങയുടെ വില കൂടിക്കിടക്കുന്ന സമയത്ത് നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു വെള്ളമെന്നും പറയാം, പുളിന്തണ്ണി എന്നും പറയാം. അതിൻ്റെ സാധനങ്ങൾ എന്തെല്ലാമെന്ന് പരിചയപ്പെടുത്താം. ആദ്യമായി നെല്ലിക്ക വലുപ്പത്തിൽ ഒരു കഷ്ണം പുളി എടുക്കണം. അത് കഴിഞ്ഞ് ഒരു കഷ്ണം വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 5-6 കഷ്ണം ചെറിയ ഉള്ളി, ഒരു 3 വറ്റൽമുളക്. ഈ വറ്റൽമുളക് നമ്മൾ ഗ്യാസിൽ ചുട്ടാണ് എടുക്കുന്നത്. പണ്ട് അടുപ്പുള്ളവർ അടുപ്പിൽ ചുട്ടെടുക്കും. അപ്പോൾ നമുക്ക് ചുട്ടെടുത്തതിന് ശേഷം ബാക്കി കാണാം. നമ്മൾ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്ത് ഞങ്ങൾ വെള്ളത്തിൽ കുതിർക്കായിട്ട് പിന്നെ ഞങ്ങൾ മുളക് ചുട്ടെടുക്കുകയാണ്. ഗ്യാസിൽ വെച്ച് മുളക് ഇങ്ങനെ പൊളിച്ച് ചുട്ടെടുത്തതിന് ശേഷം നമ്മൾ ചുട്ടെടുത്ത മുളക് ഇടുകല്ലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, പൊട്ടിച്ച്. അത് കഴിഞ്ഞ് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി നമ്മളിതെല്ലാം ഇടിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇനി ഞാൻ ഇടിക്കാൻ പോകണം. അങ്ങനെ നമ്മൾ ഇത് മൊത്തവും ഇടിച്ച് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മളൊരു കിണ്ണത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഞങ്ങളത് പുളി വെള്ളത്തിട്ടിരുന്ന് അത് പിഴിഞ്ഞ് എടുത്തതാണ് ഈ പുളിവെള്ളം. വെറും പുളിവെള്ളമാണ്. ഗ്യാസ് കത്തിച്ച് ചീനിച്ചട്ടി വെച്ച് കൊടുത്ത് ഇനി നമ്മൾ അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് കടുകൊട്ടി കരിവേപ്പില ഇട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന കൂട്ട് എല്ലാം ഇതിൽ മൂപ്പിട്ട് മൂത്ത് കഴിഞ്ഞ് ഇൻഗ്രീഡിയൻസിൽ നമുക്കിനി അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ലേശം മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി, ഒന്ന് ഇളക്കി കൊടുക്കണം. കറി തിളച്ച് കഴിഞ്ഞാൽ കറി റെഡിയാവും. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറി, നല്ല ടേസ്റ്റിയാണ്. ചോറിനൊക്കെ അടിപൊളി കറിയാണ്. ഈ തേങ്ങ വിലയിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ തേങ്ങ ഇല്ലാത്ത പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. സൂപ്പർ കറിയാണ്, നല്ല ടേസ്റ്റിയാണ്. തിളച്ച് ഇറക്കാറായി ഒരു ശകലം ഉലുവപ്പൊടിയും വിതറി നമുക്ക് കലക്കി ഇറക്കാം. കാണാൻ രസം. ഇപ്പോഴേ അതിൻ്റെ മണം വരണം. സൂപ്പർ പുളിവെള്ളം അല്ലെങ്കിൽ പുളി തണ്ണി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പറാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്.